മനോഹരൻ കൊച്ചാട്ടാ, അപ്പോ നമ്മൾ കോടതിയിലേക്ക് പോവുക. ജാമ്യം കിട്ടണേന്നൊന്ന് പ്രാർത്ഥിച്ചോ. കിട്ടാതിരിക്കാനുള്ള വകുപ്പൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. വിഷമമില്ല മാഡം. ജയിലിൽ കിടക്കാൻ യോഗം ഉണ്ടെങ്കിൽ അത് നടക്കണമല്ലോ. എൻ്റെ മൂടെ പ്രായമുള്ള ഒരു പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് കവളത്ത് ഒരുപാട് അടി കിട്ടിയതിനേക്കാൾ വലുതല്ലല്ലോ അത്. അതെന്താന്ന് വെച്ചാലേ, ഞാൻ സർവീസിൽ കേറിയപ്പോ തൊട്ടേ ഇങ്ങനാ. എനിക്കെന്നും ആരെങ്കിലുമൊക്കെ ഇങ്ങ് ഇടിക്കണം. അതിപ്പോ ഇന്ന് മനോഹരൻ കൊച്ചാട്ടൻ, നാളെ വേറെ ഏതോ സുന്ദരൻ കൊച്ചാട്ടൻ. അത്രേ ഉള്ളൂ വ്യത്യാസം. ആഹാ, വന്നല്ലോ ഝാൻസി റാണി. ഓ, വക്കീലിന്റെ കൂടെയാണോ വന്നത്? ഇവിടെ ഇപ്പോ വക്കീലിന് പ്രത്യേകിച്ച് റോളൊന്നുമില്ലല്ലോ. കോടതിയിലോട്ട് വന്നാ പോരായിരുന്നോ? എന്റെ കക്ഷിയുടെ കൂടെ പോവാനാ എന്റെ തീരുമാനം. ദാറ്റ്സ് വെരി നൈസ്. അങ്ങനെ വേണം. അപ്പൊ എങ്ങനാ, കോടതി വരെ കൂടെ പോകുന്നുള്ളോ, അതോ റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കി ഞാൻ മനോഹരൻ കൊച്ചേട്ടനെ സബ് ജയിലിൽ എത്തിക്കുമ്പോ അങ്ങോട്ടും വരുന്നുണ്ടോ വക്കീല്? അതെ, അത് ആദ്യം കോടതി പറയട്ടെ. കോടതി ജാമ്യം അനുവദിച്ചില്ലെങ്കിലല്ലേ ഉള്ളൂ ഈ റിമാൻഡ് റിപ്പോർട്ടൊക്കെ. ഞാൻ ഭയങ്കര പ്രെഡിക്റ്റബിളാ സിദ്ധാർത്ഥൻ. ഞാൻ പറയുന്നതൊക്കെ നടക്കാറുള്ളൂ. ഇതുവരെയുള്ള ചരിത്രം അങ്ങനെയാ. അത് തെറ്റുവോന്ന് നമുക്ക് നോക്കാം. എന്താ ദേവികെ ഒന്നും മിണ്ടാത്തെ? ഇന്നലെ 2 അടി തന്നതിന്റെ പിണക്കമാണോ? സാരമില്ല, ഇനി അതങ്ങോട്ട് ശീലമായിക്കോളും. മാഡം ഭരിക്കുന്ന പോലീസ് സ്റ്റേഷൻ. മാഡത്തിനാണെങ്കിൽ അധികാരത്തിന്റെ ഗർവും കൊഴുപ്പും. പക്ഷെ അടി അതാരുടെ കവിളത്ത് പൊട്ടിയാലും അതിന് നല്ല ചൂട് കാണും, പൊള്ളുകയും ചെയ്യും. നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇനി മുമ്പോട്ട് കിടക്കല്ലേ കളി. എന്നാ പിന്നെ മനോഹരൻ കൊച്ചാട്ടന്റെ നഗരം കാണിക്കൽ ചടങ്ങ് അങ്ങോട്ട് നടത്താം അല്ലേ? ഹലോ സർ. ആ, ഓക്കെ സർ. എന്തുണ്ടടി പോലീസുകാരി വിശേഷം? പറ, പഴയ കോളേജ് വിശേഷങ്ങൾ. എന്തായാലും പോലീസും വക്കീലും നല്ലൊരു കോംബോയ. നിന്റെ അച്ഛൻ പറഞ്ഞിരുന്നു നീ ഇങ്ങോട്ട് വരുമെന്ന്. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാനീ മനോഹരൻ അച്ഛനൊന്ന് കാണാൻ വന്നതാ. നിന്റെ ശത്രുവിന്റെ ഭാവി അമ്മായച്ചനു വേണ്ടി വാദിക്കുന്നതേ നിന്റെ ഭാവി ഭർത്താവാണല്ലോ. താൽക്കാലിക പ്രതിഭാസം. ഇപ്പൊ മാറിക്കോളൂ. ഞാന് ദേവിക മാഡത്തിനൊന്ന് കാണട്ടെ. ശരി. ദേവിക ചേച്ചി, ചന്ദ്രയാ. മനസ്സിലായി. ചേച്ചി അമ്പലത്തിൽ പോയോ? നെറ്റിയില് ചന്ദനം, കുങ്കുമം. പോയി. എന്റെ അച്ഛന് ജാമ്യം കിട്ടാൻ. ഞാനും പോയി. നിന്റെ അച്ഛന് ജാമ്യം കിട്ടാതിരിക്കാൻ. കേട്ടോടി ദേവിക ചേച്ചി. സിദ്ധോട്ടം വന്നല്ലോ. ഞാനേ ദേവിക ചേച്ചിക്ക് ഒരാശംസ പറയായിരുന്നു. അപ്പൻ ഉടനെ അനുശോചനം പറയാതിരിക്കാൻ നീ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദേവിക വീട്ടിൽ പോ. അല്ല, ഞാൻ കോടതിയിലേക്ക് വരാനായിട്ട്. വരണ്ട.
ജാമ്യത്തിലുള്ള കാര്യങ്ങൾ ഞാൻ നീക്കിയിട്ടുണ്ട്. അച്ഛനെയും കൊണ്ട് ഞാൻ അങ്ങോട്ട് വന്നേക്കാം. ഞാൻ പറയുന്ന കേട്ടാ മതി. സിദ്ധുവിലേക്കുള്ള എന്റെ ദൂരം കുറഞ്ഞു. നടേശനും മകൾക്കും മറുപടി ഞാൻ തരാം.